തെരഞ്ഞെടുപ്പ് ചൂട് കനത്തതോടെ കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് UDF. വികസന മുരടിപ്പും അടിസ്ഥാന പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം പുരോഗമിക്കുന്നത്. അഭിമാന പോരാട്ടം നടക്കുന്ന കൊച്ചിയിൽ ജനമനസ് മാറ്റത്തിനായി വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഉറച്ചാണ് കൊച്ചിയിലെ UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസിന്റെ പ്രചരണം. വേനൽ കടുത്തതോടെ ചൂടിന്റെ കാഠിന്യം കൂടിയെങ്കിലും തെരഞ്ഞെടുപ്പ് ചൂട് അതിനേക്കാൾ മുകളിലെന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത്. മണ്ഡലത്തിലെ വികസന മുരടിച്ചയും സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികളുമാണ് പ്രധാന പ്രചരണായുധം. ഈ 10 വർഷത്തെ ഈ ദുർഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജനങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ചെറിയ പ്രതിസന്ധിയെ പോലും അതിജീവിക്കാൻ കഴിയാത്ത ഈ സർക്കാരുകൾ ജനങ്ങളെ സേവിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാണ്. ഏത് പ്രതിസന്ധി കാലഘട്ടങ്ങളിലും ജനങ്ങളെ സേവിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരുകൾക്കുണ്ട്. അവരത് ചെയ്യാതെ അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ ഈ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നത്. ഈ സർക്കാരുകളെ പുറത്താക്കണം എന്ന് ജനം ആഗ്രഹിക്കുന്നു. കേരളം മുഴുവൻ ആ ഒരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റാണ് അടിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വളരെ പ്രകടമായി നിങ്ങൾ ആ മാറ്റം കണ്ടു. കൊച്ചിയിലും ആ മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ 14 സീറ്റിലും ഐക്യജനാധിപത്യ മുന്നണി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി തിരുവനന്തപുരത്ത് ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇവിടുന്ന് 14 പേര് കൈവക്കാനുണ്ടാകും. അതിൽ കൊച്ചിയും ഉണ്ടാകും. കഴിഞ്ഞ 10 വർഷമായി LDF-നൊപ്പമാണ് മണ്ഡലം. എന്നാൽ ഇത്തവണ മാറ്റം വേണമെന്നാണ് ജനങ്ങളും പറയുന്നത്. കുടിവെള്ള പ്രശ്നവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയുമാണ് മാറി ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. 10 വർഷമായിട്ട് ഈ പിണറായി സർക്കാരിന്റെ ഭരണം കൊണ്ട് എന്ത് നേടി? വീട്ടമ്മമാർക്കുള്ള അവഗണനയാണ്. റേഷൻ കടയിൽ റേഷനരി ഇല്ല. ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം കിട്ടാൻ വഴിയില്ല. കുടിവെള്ളമല്ലേ ഏറ്റവും പ്രശ്നം. ഇവിടെ ആര് വന്ന് ജയിച്ചിട്ടും ആര് തോറ്റിട്ടും ഞങ്ങൾക്കൊരു പ്രയോജനവും. മാറ്റം വേണം, മാറ്റം ഉണ്ടാകണം. കാരണം ഇവിടെ ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല. ഏറ്റവും അത്യാവശ്യം ഇവിടെ വെള്ളമാണ്, കുടിവെള്ളമുള്ള ഏറ്റവും അത്യാവശ്യം. അത് ഇതുവരെ ഒന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്കൊരു അത്യാവശ്യമായിട്ടുള്ളൊരു ഡോക്ടേഴ്സ് ഇല്ല. ഈ കരുവൽപ്പടി ആശുപത്രിയിൽ ഒരു സർജൻ ഇല്ല. ഞങ്ങൾ സർജനെയൊക്കെ കാണണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പ്രൈവറ്റ് ആയിട്ട് പോയി കാണേണ്ട ഒരു അവസ്ഥയാണ് വന്നേക്കണത്. എറണാകുളം DCC പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് ഷിയാസിനെ കളത്തിൽ ഇറക്കിയത് വഴി 2016-ൽ കോൺഗ്രസിന് നഷ്ടമായ മണ്ഡലത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ ദിവസം നടന്ന റോഡ് ഷോയിലും മണ്ഡലം കൺവെൻഷനിലും നിരവധി ആളുകൾ പങ്കെടുത്തിരുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.